എല്ലാ ഭക്തജനങ്ങൾക്കും കതിരവേൽ മുരുക യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനാണ് ചാനൽ ഒന്ന് സബ് ചെയ്യുക. അപ്പോൾ വാസ്തു സംബന്ധമായ പ്രശ്നങ്ങൾ, ജ്യോതിഷ സംബന്ധമായ പ്രശ്നങ്ങൾ, ജാതകത്തിലെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം നിർദ്ദേശിക്കുന്നതായിരിക്കും. അപ്പോൾ കാര്യത്തിലാക്കാം. കാർത്തിക നക്ഷത്രം, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറേ കാലമായി കാർത്തിക നക്ഷത്രക്കാർക്ക് ഒരേ ഒരു കാര്യം തന്നെയാണ് എന്നോട് ഫോൺ വിളിച്ച് ചോദിക്കാറുണ്ട്. ഇല്ലെങ്കിൽ അവർ കാർത്തിക നക്ഷത്രക്കാർ പറയുന്ന ഒരു കാര്യമാണ്, അത് കാർത്തിക നക്ഷത്രക്കാർക്ക് തന്നെയല്ലേ എല്ലാവർക്കും സാമ്പത്തികം മതി അല്ലേ. അപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചിട്ടുണ്ട്, നമ്മൾ ജോലിക്ക് പോകാതെ ഒരിക്കലും നമുക്ക് സാമ്പത്തികം കൈ കിട്ടത്തില്ല. ഇപ്പോൾ ഒരു വ്യക്തി, ആ വ്യക്തിക്ക് 40 വയസ്സുണ്ട്, ആ വ്യക്തിക്ക് ഇതുവരെ ജോലിയില്ല. അപ്പോൾ ജോലിയില്ല, പുള്ളി വഴിപാട് ചെയ്യണം, കാർത്തിക നക്ഷത്രക്കാരനാണ്. അപ്പോൾ ആ വ്യക്തി വഴിപാട് 7 ആഴ്ച ചെയ്ത്, അപ്പോൾ 7 ആഴ്ച ചെയ്തിട്ട് പുള്ളി എന്നോട് പറയുകയാണ് എനിക്ക് സാമ്പത്തികം വരുന്നില്ലെന്ന്. പക്ഷേ പുള്ളിക്ക് ജോലിയുണ്ടോ? ജോലിയില്ല. അപ്പോൾ ജോലിയില്ലാതെ എങ്ങനെ സാമ്പത്തികം വരും? വഴിപാട് ചെയ്താൽ സാമ്പത്തികം വരും ഇല്ല. അപ്പോൾ നമ്മൾ കർമ്മം എന്ത് ചെയ്യണം? അപ്പോൾ നമ്മളൊരു ജോലിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് നമ്മൾ വഴിപാടുകൾ ചെയ്യുമ്പോൾ നമുക്ക് സാമ്പത്തികത്തിൽ പുരോഗതി വരും. ഉള്ള ജോലിയിൽ നിന്നും മേലധികാരികൾക്ക് ഇഷ്ടം തോന്നി നമുക്ക് നല്ല നല്ല ജോലികൾ കിട്ടും. പുതിയ പുതിയ ജോലികളുടെ ഓഫർ നമ്മളെ തേടി വരും. അപ്പോൾ നമുക്ക് ജോലി ചെയ്യാനുള്ള ആവത്, സന്തോഷം, മനസ്സിനൊക്കെ ഒരു സന്തോഷമുണ്ടോ വഴിപാട് ചെയ്യുന്നുണ്ട്. വഴിപാട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് പൈസ കിട്ടത്തില്ല, അത് ഞാൻ ഒന്നും കൂടെ പറയുകയാണ്. അപ്പോൾ നമ്മൾ വഴിപാട് ചെയ്യുന്നതനുസരിച്ച് ജോലിയിൽ പുരോഗതി ഉണ്ടായി നമുക്ക് സാമ്പത്തിക ലാഭമുണ്ട്. ഒരു ഉദാഹരണത്തിന്, ഒരു മാസം ഒരു വ്യക്തിക്ക് 2500 കിട്ടുമെന്ന് ഇരിക്കട്ടെ, 2500 3000 രൂപയ്ക്ക്. അപ്പോൾ ആ ഒരു സമയത്ത് അനാവശ്യമായ ചിലവുകൾ നമുക്കുണ്ടാകും. അപ്പോൾ നമ്മൾ പൈസ തകയാതെ കടം മേടിക്കുന്നു, അടുത്ത മാസം കൊടുക്കണം. അപ്പോൾ അടുത്ത മാസം ഇതിനെക്കാട്ടിയും കടം കൂടി അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ചിലവ് ചുരുക്കിനും സാമ്പത്തിക നഷ്ടം വരാതെ എപ്പോഴും പൈസ നമ്മുടെ കയ്യിൽ ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്യുന്നത്. അപ്പോൾ കാർത്തിക നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ജോലിയുള്ളവർ ജോലിക്ക് പോവുക. ആ ജോലിയിൽ നിന്നും പുരോഗതി കിട്ടും, ഒപ്പം തന്നെ സാമ്പത്തിക ലാഭം കിട്ടും. ആ സാമ്പത്തിക ലാഭം കിട്ടാതിനുള്ള പരിഹാര കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് സാമ്പത്തിക ലാഭം കാർത്തിക നക്ഷത്രത്തിൽ കിട്ടാൻ വേണ്ടി കാർത്തിക വരുന്ന നക്ഷത്രത്തിൽ, അതായത് ഒരു ഭഗവതി സേവ ചെയ്യുക. ഭഗവതി സേവ ദേവീ ക്ഷേത്രത്തിൽ. അപ്പോൾ ഭഗവതി സേവ കാർത്തികയുടെ തലേ ദിവസം തന്നെ നമ്മളത് പറയണം. അപ്പോൾ ചില ഭക്തനോട് തിരുമേനി എനിക്ക് ജോലിയുണ്ട്, ഞായറാഴ്ച പോകാൻ പറ്റത്തില്ല. അപ്പോൾ കാർത്തിക വരാൻ വേണ്ടി നോക്കിയിരിക്കണം. മാസത്തിൽ ഒരു ഞായറാഴ്ച ഇഷ്ടമുള്ള പോയിട്ട് ശനിയാഴ്ച പോയി രസീത് എഴുതുക. രസീത് എഴുതിയിട്ട് ഒരു ഭഗവതി സേവ നടത്തുക. അപ്പോൾ ഈ ഭഗവതി സേവ നടത്തുമ്പോഴത്തേക്ക് കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ദോഷങ്ങൾ, ആഭിചാര ദോഷം, ശത്രുദോഷം, ബാധാദോഷം, അങ്ങനെ ദുരിതങ്ങൾ മാറി അവർക്ക് എല്ലാ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും നീക്കിയിട്ടാണ് ഭഗവതി സേവ. ഭഗവതി സേവ നടത്തിയ പോരാ, ഭഗവതി സേവ കുടുംബമായിട്ട് പറ്റുമെങ്കിൽ പങ്കെടുത്ത് അതിൻ്റെ പ്രസാദം മേടിച്ചിരിക്കണം. അല്ലാതെ ഭഗവതി സേവ എടുത്തിട്ട് തിരുമേനി അവിടെ ചെയ്യുമെന്ന് പറയണത് അതിനൊരു ഫലം കിട്ടത്തില്ല. കാരണം ആ ഭഗവതി സേവ നടക്കുന്ന സമയത്ത് നമുക്ക് കാർത്തിക നക്ഷത്രക്കാരന് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ, എന്തെല്ലാം രീതിയിലുള്ള ദുരിതങ്ങളുണ്ടോ, രോഗങ്ങളുണ്ടോ, എല്ലാം പ്രശ്നങ്ങൾ ആ ഒരു ഭഗവതി സേവ നടക്കുന്ന സമയത്ത് കാർത്തിക നക്ഷത്രക്കാരൻ പ്രാർത്ഥിക്കണം. ദൈവമേ, എൻ്റെ കുടുംബത്തിന് നല്ലത് വരുത്തന്നെ, എൻ്റെ മക്കൾക്ക് നല്ലത് വരുത്തന്നെ, ഇന്നലെ പ്രശ്നങ്ങളും ദോഷങ്ങളൊക്കെ മാറണമെന്ന് പ്രാർത്ഥിച്ച് ഭഗവതി സേവ തിരുമേനി പ്രസാദം തരും. ദക്ഷിണ കൊടുത്ത് മേടിച്ച് പ്രസാദം നമ്മുടെ വീട്ടിൽ കൊണ്ടുവെക്കണം. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രാർത്ഥന പോലെ ഇരിക്കും കാര്യം. പിന്നെ ആ ക്ഷേത്രത്തിലുള്ള വിശ്വാസം, തിരുമേനിയിലുള്ള വിശ്വാസം, ഇല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിൽ ചെയ്താൽ എൻ്റെ കാര്യം ശരിയാകും, അങ്ങനെയുള്ള ക്ഷേത്രത്തിൽ മാത്രം ചെയ്യുക. ചിലവർക്കൊരു കാര്യമുണ്ട്, ആ ക്ഷേത്രത്തിലെ തിരുമേനി ചെയ്യത്തില്ല. വേണ്ട, നിങ്ങൾക്ക് വിശ്വാസമുള്ളവർ ഏത് ക്ഷേത്രത്തിലും ഭഗവതി സേവ. പിന്നെ രണ്ടാമത് കാർത്തിക നക്ഷത്രക്കാർ ചെയ്യാൻ വേണ്ടി മഹാദേവ ക്ഷേത്രത്തിൽ, അതായത് മഹാദേവ ക്ഷേത്രത്തിൽ രുദ്രാഭിഷേകം, അത് ശരിക്കും പറഞ്ഞാൽ ഒരു തിരക്ക് കുറഞ്ഞ ശിവക്ഷേത്രത്തിൽ ചെയ്യുന്നതായിരിക്കും ഉത്തമം. കാരണം ആ ഒരു തിരുമേനി നല്ലതുപോലെ ചെയ്ത്, വലിയ ക്ഷേത്രത്തിൽ രുദ്രാഭിഷേകം ചെയ്യും. പക്ഷെ ഒരു തിരക്ക് കുറഞ്ഞ ക്ഷേത്രത്തിലാണെങ്കിൽ നമുക്ക് തിരുമേനിയുടെ കണ്ടു പറഞ്ഞ് രുദ്രാഭിഷേകം ചെയ്യാം. അപ്പം രുദ്രാഭിഷേകം ചെയ്യുമ്പോഴത്തേക്ക് ശരീരത്തുള്ള ക്ഷീണങ്ങൾ, ഇല്ലെങ്കിൽ കാർത്തിക നക്ഷത്രക്കാരൻ്റെ ജാതകത്തിലുള്ള ദോഷങ്ങൾ മാറി നല്ലതിലേക്കുള്ള വഴി തെളിയിക്കാൻ വേണ്ടിയാണ് രുദ്രാഭിഷേകം ചെയ്യുന്നത്. അത് പിന്നെ അടുത്ത കാര്യം, മൂന്നാമത് കാർത്തിക നക്ഷത്രക്കാർ ചെയ്യേണ്ടത് ദേവീ ക്ഷേത്രത്തിൽ താമരമാല ഇടുക. അതായത് ഇത് മാസം ഒരു തവണ ചെയ്താൽ മതി. ഇത് 3 മാസം കാർത്തിക നക്ഷത്രക്കാർ ചെയ്യുവാണെങ്കിൽ അങ്ങോട്ടുള്ള മാസങ്ങൾക്ക് നിങ്ങൾക്ക് യാതൊരു കാരണവശാലും ഒരു തടസ്സങ്ങളോ രോഗങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകത്തില്ല. കാർത്തിക നക്ഷത്രക്കാർ സൂര്യനെ പോലെ ഉദിച്ചുയരും. പക്ഷേ ജോലി ചെയ്യുന്ന കാർത്തിക നക്ഷത്രക്കാരാണെങ്കിൽ എന്താണ്, അവർക്ക് ജോലിയിൽ പുരോഗതി ഉണ്ടാകും, സാമ്പത്തിക നഷ്ടം ഉണ്ടാകത്തില്ല, അവരുടെ മക്കൾ നല്ല നിലയിലാകും, അവർക്ക് വീട്ടിൽ വരുമ്പോൾ സന്തുഷ്ട അനുഭവങ്ങൾ കിട്ടും, കടബാധകളൊക്കെ മാറും. അപ്പോൾ ഈ താമരമാല മാസത്തിൽ ഒരു തവണ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ കൊടുക്കുന്നതായിരിക്കും ഉത്തമം. അത് ഭുവനേശ്വരി സങ്കല്പത്തിലുള്ള ക്ഷേത്രത്തിൽ താമരമാല കഴിവതും കൊടുക്കുക. ദുർഗാക്ഷേത്രത്തിൽ, അപ്പോൾ ദുർഗാക്ഷേത്രത്തിൽ നമ്മൾ ഈ താമര കൊണ്ട് നമ്മൾ 21 വലത്ത് വെച്ചതിന് ശേഷം മാത്രം ഈ താമര ഇലക്കകത്ത് നടയിൽ വെക്കും. അപ്പോൾ 21 വലത്ത് വെക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന എന്താണ്, സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളിൽ നിന്നും എന്നെ രക്ഷിക്കണേ എൻ്റെ ഭഗവാനെ, കടബാധകൾ ഉണ്ടാകല്, ഉള്ള കടബാധകളൊക്കെ വീട്ടി എന്താ പറയുക, നമുക്ക് സമ്പത്ത് വർധനമുണ്ടാകണം.
അതായത് ജോലിയിൽ പുരോഗതി. അപ്പോൾ നമ്മൾ താമരമാല എടുക്കുമ്പോൾ ജോലിയിൽ പുരോഗതി ഉണ്ടാകണം, ജോലിയിൽ നല്ല നല്ല നേട്ടങ്ങൾ ഉണ്ടാകണം, ഇതിനും ഉയർന്ന ശമ്പളത്തോടു കൂടെയുള്ള ജോലി എനിക്ക് കിട്ടാൻ അനുഗ്രഹിക്കണ ഈശ്വര എന്ന് വേണം പറഞ്ഞു വെക്കാൻ വേണ്ടി. ഇപ്പോൾ ഉള്ള ജോലിയിൽ ഇപ്പോൾ ഒരു 2000 രൂപ എനിക്ക് ചിലപ്പോൾ സാലറി എങ്കിൽ പോട്ടെ, ഒരു 15 രൂപ എനിക്ക് സാലറി. അപ്പോൾ അതിൽ കൂടുതൽ ഒരു 25 22 രൂപയുടെ ജോലി കിട്ടുവാണെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കും അല്ലേ. അപ്പോൾ അങ്ങനെ പറഞ്ഞു വേണം വെക്കാം. അപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന അനുസരിച്ച് ഈശ്വരൻ ഉറപ്പായിട്ടും അതിന് കർമ്മം ചെയ്യും. അല്ലാതെ കാർത്തിക നക്ഷത്രക്കാർ ഞാൻ ഈ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ജോലിക്ക് പോകാതെ ഈ വഴിപാടൊന്നും ചെയ്താൽ പൈസ വരത്തില്ല. അത് ഞാൻ എടുത്തെടുത്ത് പറയുകയാണ്. അപ്പോൾ ജോലിക്ക് പോകുന്നതനുസരിച്ച് നിങ്ങൾക്ക് സാമ്പത്തിക മാറ്റം കാർത്തിക നക്ഷത്രക്കാർക്ക് ഉണ്ടാകും. പൊതുവേ കാർത്തിക നക്ഷത്രക്കാർക്ക് ഇപ്പോൾ സമയം നല്ലതാണ്. അപ്പോൾ ഏതെങ്കിലും കാർത്തിക നക്ഷത്രക്കാർ ദുരിതം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഭഗവതി സേവ നടത്തുക. ഒപ്പം തന്നെ ശിവക്ഷേത്രത്തിൽ രുദ്രാഭിഷേകം നടത്തുക. ഭുവനേശ്വരി ദുർഗാ സങ്കല്പ ക്ഷേത്രത്തിലുള്ള 21 വലത്ത് വെക്കണം. അതായത് ശ്രീകോവിലിനകത്ത് വലം വെച്ചിട്ട് താമരമാല കൊണ്ട് നടക്കി വെക്കുക. അത് ഒരു തവണ ചെയ്താൽ മതി. ഇത് 3 മാസം അടുപ്പിച്ച് ഒരേപോലെ ചെയ്യുവാണെങ്കിൽ 1 മാസം തന്നെ ഇത്രയും കാര്യങ്ങൾ സമർപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷം ഉണ്ടാകും. അതായത് ഒപ്പം ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നമ്മളോടൊരു മമത തോന്നും, ഒരു ഇഷ്ടം തോന്നും. അപ്പോൾ നമ്മൾ ഓഫീസിൽ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ, നമുക്ക് വർക്കിന് സ്പീഡ് കൂടും. അപ്പോൾ നമ്മുടെ ജോലിയിലെ നല്ല നിലവാരം കണ്ട് അവിടെ ഉള്ള ആൾക്കാർ എന്ത് ചെയ്യും, നമുക്ക് നല്ല നല്ല ജോലികൾ തരും. ഒപ്പം തന്നെ വിദേശത്ത് പോകുന്നവർക്ക് തടസ്സങ്ങളൊന്നും ഉണ്ടാകത്തില്ല. വിവാഹ കാര്യങ്ങൾക്കൊക്കെ തടസ്സം നിൽക്കുന്ന കാർത്തിക നക്ഷത്രക്കാർ ഈ ഒരു പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. ഒപ്പം തന്നെ സന്തോഷമായ ഒരു ജീവിതം കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വർഷം അങ്ങോട്ട് കർക്കിടകം തൊട്ട് അങ്ങോട്ട് നയിക്കാൻ പറ്റും. അപ്പോൾ പറയുന്ന കാര്യങ്ങൾ ഭക്തിപൂർവ്വം കാർത്തിക നക്ഷത്രക്കാർ ചെയ്യുക, ജീവിതത്തിൽ നന്മയുണ്ടാകും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഉള്ള കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക.